28 നവംബർ 2022 ഹിന്ദു ന്യൂസ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യത്തെ ന്യൂസ് എന്ന് പറയുന്നത് ചൈനാസ് ആൻറ്റി ലോക്ക്ഡൗൺ പ്രൊട്ടസ്റ്റ് സ്പ്രെഡ് ടു ഡസൻസ് ഓഫ് ക്യാമ്പസസ്. അപ്പോൾ ചൈനയിൽ ഇപ്പോൾ വീണ്ടും കോവിഡ് കേസസ് കൂടുകയാണ്. അപ്പം അതുമായി ബന്ധപ്പെട്ട പ്രൊട്ടസ്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. വി നീഡ് ഡെമോക്രസി, റൂൾ ഓഫ് ലോ, ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ, ചാൻസ് സ്റ്റുഡൻസ് അറ്റ് യൂണിവേഴ്സിറ്റീസ് ഇൻ ബീജിംഗ്. അപ്പോൾ ബീജിങ്ങിലുള്ള യൂണിവേഴ്സിറ്റീസിലും അതുപോലെ തന്നെ ഒരുപാട് ക്യാമ്പസുകളിലും ഈ പറഞ്ഞ ലോക്ക്ഡൗണിനെതിരെയുള്ള പ്രൊട്ടസ്റ്റ്, കാരണം ഒരുപാട് നാളായിട്ടുള്ള ലോക്ക്ഡൗൺ പ്രൊസീജിയറിൽ ആൾക്കാർക്ക് ഒരു എന്താ പറയുക, ഒരു പ്രൊട്ടസ്റ്റ് ഉണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട സമരങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ക്യാമ്പസുകളിൽ. അപ്പോൾ ചൈനയിൽ കേസസ് സ്പൈറൽ ചെയ്യുകയാണെന്നാണ് പറയുന്നത്. അപ്പോൾ കൂടുതൽ കേസസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ന്യൂസാണ്. അടുത്തത് G20 പ്രസിഡൻസി ഈസ് ആൻ ഓപ്പർച്യൂണിറ്റി ടു ഫോക്കസ് ഓൺ ഗ്ലോബൽ ഗുഡ്. ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ മോദി ഇത്തവണ G20 കുറിച്ചുള്ള കമൻറ്റാണ് പറയുന്നത്. G20 പ്രസിഡൻസി 2023 ഇന്ത്യക്കാണ്. അപ്പോൾ ഇത് ആക്ച്വലി ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. ഇന്ത്യയുടെ എന്താ പറയുക, ഒരു കോർഡിനേഷൻ സ്കിൽസും അതുപോലെ തന്നെ മറ്റ് കാര്യങ്ങളിലുള്ള ഇപ്പോൾ ഗ്ലോബലായിട്ടുള്ള കൺസേൺസിന് ഇന്ത്യയുടെ ഇൻവോൾവ്മെൻറ്റും എത്രമാത്രം ഉണ്ടെന്ന് കാണിക്കാൻ പറ്റുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് G20 പ്രസിഡൻസി 2023 ഇന്ത്യ കാണുന്നത്. പ്രൈം മിനിസ്റ്റർ നരേന്ദ്ര മോദി ഓൺ സൺഡേ സെഡ് ദാറ്റ് അസ്യൂമിംഗ് ദ G20 പ്രസിഡൻസി വാസ് എ ഹ്യൂജ് ഓപ്പർച്യൂണിറ്റി ഫോർ ഇന്ത്യ ആൻഡ് ദ കൺട്രി മസ്റ്റ് യൂട്ടിലൈസ് ഇറ്റ് ബൈ ഫോക്കസിങ് ഓൺ ഗ്ലോബൽ ഗുഡ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗ്ലോബൽ കൺസേൺസിനെ അഡ്രസ്സ് ചെയ്യാൻ ഈ പറഞ്ഞ G20 പ്രസിഡൻസി ഇന്ത്യയെ സഹായിക്കും എന്ന് മോദി പറയുന്നു. ഇത്തവണത്തെ റിപ്പബ്ലിക് ഡേക്കുള്ള ചീഫ് ഗസ്റ്റ് ആരാണെന്ന് നമുക്ക് നോക്കാം. ഈജിപ്ഷ്യൻ പ്രസിഡന്റ് സിസി ടു ബി ദ ചീഫ് ഗസ്റ്റ് ഓഫ് ദി റിപ്പബ്ലിക് ഡേ സെലിബ്രേഷൻസ്. അപ്പോൾ 2023 റിപ്പബ്ലിക് ഡേക്ക് ഈജിപ്ഷ്യൻ പ്രസിഡന്റ് അബ്ദൽ ഫത്തേഹ് എൽ സിസി വിൽ ബി ദ ഇന്ത്യസ് ചീഫ് ഗസ്റ്റ് ഫോർ ദ ഫംഗ്ഷൻ. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആരൊക്കെയാണ് തൊട്ട് മുമ്പത്തെ വർഷങ്ങളുണ്ടായിരുന്നത്? 2020 ബ്രസീലിയൻ പ്രസിഡന്റ് ജെയർ മെസേസ് ബൊൽസറാറോ ആണ് ഉണ്ടായിരുന്നത്. 2023 ഈജിപ്ഷ്യൻ പ്രസിഡൻ്റാണ് വരുന്നത്. എൽ സിസി ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്നത്തെ എഡിറ്റോറിയൽ നോക്കാം. ഷിഫ്റ്റ്സ് അൺഎക്സ്പ്ലെയിൻഡ്. സിസ്റ്റം ഓഫ് ഷഫ്ലിംഗ് ഹൈക്കോർട്ട് ജഡ്ജസ് വിതൗട്ട് കൺസെൻറ്റ് നീഡ്സ് റീകൺസിഡറേഷൻ. അപ്പോൾ എന്തുമായി ബന്ധപ്പെട്ട എഡിറ്റോറിയലാണ്? ഹൈക്കോർട്ട് ജഡ്ജസിൻ്റെ ട്രാൻസ്ഫറും അതിൻ്റെ പിന്നിലുള്ള പ്രൊസീജിയറുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഈ പറഞ്ഞ ഷിഫ്റ്റുകൾ അൺഎക്സ്പ്ലെയിൻഡ് ആണ്. അതുകൊണ്ട് അത് റീകൺസിഡർ ചെയ്യണമെന്നാണ് പറയുന്നത്. കാരണം വേഗമായിട്ട് റാൻഡമായിട്ട് ഹൈക്കോർട്ട് ചീഫ് ജസ്റ്റിസുകൾ അല്ലെങ്കിൽ ജഡ്ജസിനെ മാറ്റുന്നത് ഒരു റീകൺസിഡർ ചെയ്യേണ്ട കാര്യമാണ് എന്നാണ് പറയുന്നത്. ഏതൊക്കെ രീതിയിൽ അത് ജുഡീഷ്യൽ സിസ്റ്റത്തിനെ ബാധിക്കും, എന്തൊക്കെയാണ് അതിൻ്റെ കൺസേൺസ്, എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള ട്രാൻസ്ഫറുകൾ നടക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ കോടതികളിൽ ഇപ്പോൾ ജഡ്ജസിൻ്റെ നിയമനം അതുപോലെ തന്നെ ട്രാൻസ്ഫറൊക്കെ ബന്ധപ്പെട്ട് കൊളീജിയൻ സിസ്റ്റമാണ് ഉള്ളത്. ദ കോമൺ ക്രിറ്റിസിസം ദാറ്റ് ദ ഫംഗ്ഷനിങ് ഓഫ് ദ കൊളീജിയൻ സിസ്റ്റം ഓഫ് ജുഡീഷ്യൽ അപ്പോയിൻറ്റ്മെൻറ്റ്സ് ഈസ് ഒപ്പേക്ക് ആൻഡ് സംടൈംസ് ആർബിട്രറി സീംസ് ടു ഹോൾഡ് ഗ്രേറ്റർ വാലിഡിറ്റി ഇൻ ദ മാറ്റേഴ്സ് ഓഫ് ട്രാൻസ്ഫർ ഓഫ് ജഡ്ജസ് ഫ്രം വൺ ഹൈക്കോർട്ട് ടു അനദർ. അപ്പോൾ കൊളീജിയൻ സിസ്റ്റം തന്നെ ട്രാൻസ്പെറൻ്റ് അല്ല, ഒപ്പേക്കാണ് എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതിനെ ഒരു നാഷണൽ ജുഡീഷ്യൽ അപ്പോയിൻറ്റ്മെൻറ്റ്സ് കമ്മിറ്റി ജഡ്ജസിനെ അപ്പോയിൻറ്റ് ചെയ്യാൻ വേണ്ടി വന്നിരുന്നു. പക്ഷേ അത് കോൺസ്റ്റിറ്റ്യൂഷണലി വാലിഡ് അല്ല എന്ന് പറഞ്ഞ് സുപ്രീം കോടതി തള്ളിക്കളയും ചെയ്തിരുന്നു. അപ്പോൾ ഇപ്പോഴും എന്താണ്, ജഡ്ജസിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് കൊളീജിയം സിസ്റ്റമാണ്. അപ്പം ട്രാൻസ്ഫർ ആണ് പറയുന്നത്. ഇപ്പോൾ ജഡ്ജസിൻ്റെ ട്രാൻസ്ഫർ ആണ് പറയുന്നത്. അപ്പോൾ അത് കുറേ കൂടെ കോൺട്രവേഴ്ഷ്യലാണെന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് കോൺട്രവേഴ്ഷ്യൽ ആവുന്നത്? കാരണം പല ആൾക്കാരെയും ആർബിട്രറി ആയിട്ട് അല്ലെങ്കിൽ വേഗമായിട്ട് ഒരു തരത്തിലുള്ള കൺസിഡറേഷനോ മാനദണ്ഡമോ ഇല്ലാതെയാണ് ട്രാൻസ്ഫർ ആവുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ അവരുടെ ഒരു ഇൻഡിപെൻഡൻസിനെ ബാധിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ പല ആൾക്കാരെയും സപ്പോർട്ട് ചെയ്യും, ചില ആൾക്കാരെ സപ്പോർട്ട് ചെയ്യാതിരിക്കുകയും ചെയ്യുന്ന ഒരു രീതി ഉണ്ടെന്ന് പറയുന്നത്. നോ ഗുഡ് മെസ്സേജസ് ബീങ് സെൻഡ് ഇഫ് ഇറ്റ് ഈസ് പെർസീവ്ഡ് ദാറ്റ് ദ കൊളീജിയം ഹീറ്റ്സ് ദ ഡിമാൻഡ് മെയ്ഡ് ബൈ വൺ സെറ്റ് ഓഫ് ലോയേഴ്സ് ബട്ട് ഇഗ്നോർസ് ദ അതർ ഗ്രൂപ്പ്. അപ്പോൾ ചില ആൾക്കാരെ സംരക്ഷിക്കും, ചില ആൾക്കാർക്ക് ഈ പറഞ്ഞ പോലെ ആർബിട്രേറ്റിലെ തീരുമാനങ്ങൾക്ക് അല്ലെങ്കിൽ നടപടികൾക്ക് വിധേയമാവേണ്ടി വന്നു കഴിഞ്ഞാൽ അത് ഒരു നല്ല മെസ്സേജ് അല്ല ജുഡീഷ്യറിയെക്കുറിച്ച് ഉയർന്നു വരുന്നതെന്ന് വേണം പറയാൻ. ട്രാൻസ്ഫർ ഓഫ് ജഡ്ജസ് മേ ബി നീഡഡ് ഫോർ എക്സ്ചേഞ്ച് ഓഫ് ടാലൻറ്റ് അക്രോസ് ദ കൺട്രി ആൻഡ് ടു പ്രിവെൻറ്റ് ദ എമർജൻസ് ഓഫ് ലോക്കൽ ക്ലിക്സ് ഇൻ ദ ജുഡീഷ്യറി. അപ്പോൾ പൊതുവേ ഒരാളൊരു സ്ഥലത്ത് ഡോമിനൻ്റ് ആവാൻ സമ്മതിക്കാതെ ടാലൻറ്റ് പോളിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂഷ്വലി ട്രാൻസ്ഫറുകൾ നടക്കുന്നതെന്ന് പറയുന്നത്. ഹൗവർ ദ പവർ ഓഫ് ട്രാൻസ്ഫർ ഹാസ് ഓൾവേസ് ബീൻ സീൻ ആസ് എ പോസിബിൾ ത്രെറ്റ് ടു ജുഡീഷ്യൽ ഇൻഡിപെൻഡൻസ്. അപ്പോൾ ഈ ട്രാൻസ്ഫർ ചെയ്യപ്പെടാനുള്ള പവർ എന്ന് പറയുന്നത് പലപ്പോഴും എന്താണ്, ഈ ജുഡീഷ്യറിൻ്റെ ഇൻഡിപെൻഡൻസിനെ ബാധിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ദ മെമ്മോറാണ്ടം ഓഫ് പ്രൊസീജിയർ ഇസ് ക്ലിയർ ദാറ്റ് എ ജഡ്ജ് കൺസെൻറ്റ് ഇസ് നോട്ട് നെസസറി ടു എഫക്റ്റ് ട്രാൻസ്ഫർ. മാത്രമല്ല മെമ്മോറാണ്ടം പറയുന്നത് എന്താണ്, ഒരാളുടെ ട്രാൻസ്ഫറിന് അയാളുടെ കൺസെൻറ്റ് ആവശ്യമില്ല, ആ ജഡ്ജിൻ്റെ കൺസെൻറ്റ് ആവശ്യമില്ല. കറണ്ട് നോം ഈസ് ദാറ്റ് ഓൾ ട്രാൻസ്ഫേഴ്സ് ഔട്ട് ടു ബി ഇൻ പബ്ലിക് ഇൻട്രസ്റ്റ് ദാറ്റ് ഈസ് ഫോർ ദ ബെറ്റർ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ജസ്റ്റിസ് ത്രൂ ഔട്ട് ദ കൺട്രി. അപ്പോൾ ട്രാൻസ്ഫേഴ്സ് എന്തിനാണ് മെയിൻലി ഉദ്ദേശിക്കുന്നത്? ബെറ്റർ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റവും നല്ല കൺട്രോളും അതുപോലെ തന്നെ പബ്ലിക് ഇൻട്രസ്റ്റിലും പൊതു താല്പര്യത്തിനും അനുസരിച്ചാണ് ട്രാൻസ്ഫറുകൾ വരുന്നത് എന്നാണ് നോർമലി പറയുന്നത്. അപ്പോൾ ഇറ്റ് ഈസ് ആൾസോ സേസ് ദാറ്റ് പേഴ്സണൽ ഫാക്ടേഴ്സ് ഓഫ് ദ ജഡ്ജ് ഇൻക്ലൂഡിംഗ് ഹിസ് പ്രിഫറൻസ് ഓഫ് പ്ലേസ് ഷുഡ് ഇൻവേരിയബിളി ബി ടേക്കൺ ഇൻ ടു അക്കൗണ്ട്. അപ്പോൾ പൊതുവേ പേഴ്സണൽ താല്പര്യങ്ങളും കൂടി കൺസിഡർ ചെയ്യണം ട്രാൻസ്ഫറിനെന്ന് പറഞ്ഞാലും അത് ആരും കൺസിഡർ ചെയ്യാറില്ല എന്ന് പറയുന്നു. അപ്പോൾ
ഇത് ഇൻഡിപെൻഡൻസുമായി ബന്ധപ്പെട്ടൊരു കാര്യമാണ്. മാത്രമല്ല ഒരു ആർബിട്രറി ആയിട്ടില്ല, പ്രത്യേകിച്ച് ഒരു നോംസോ അല്ലെങ്കിൽ പ്രൊസീജിയറോ ഇല്ലാത്ത ട്രാൻസ്ഫറുകൾ എപ്പോഴും എന്താണ് ജുഡീഷ്യറിൻ്റെ മുകളിലൊരു ഒപ്പേക്നെസ്, ഒരു ട്രാൻസ്പെറൻസി ഇല്ലായ്മ, സുതാര്യതയില്ലായ്മ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യമായിട്ട് മാറും. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ഹൈക്കോടതി ജഡ്ജസിൻ്റെ ട്രാൻസ്ഫറുകൾ ശ്രദ്ധിക്കേണ്ടതാകും, റീകൺസിഡർ ചെയ്യേണ്ടതാണെന്നാണ് എഡിറ്റോറിയൽ എന്ന് പറയുന്നത്. ഇന്നൊരു ടേം പഠിക്കാനുണ്ട്. എന്താണ് ബ്ലൂ ബഗ്ഗിങ്? ഇറ്റ് ഈസ് എ ഫോം ഓഫ് ഹാക്കിംഗ് ദാറ്റ് ലെറ്റ്സ് അറ്റാക്കേഴ്സ് ആക്സസ് എ ഡിവൈസ് ത്രൂ ഇറ്റ്സ് ഡിസ്കവറബിൾ ബ്ലൂടൂത്ത് കണക്ഷൻ. അപ്പോൾ ബ്ലൂടൂത്ത് കണക്ഷൻ വഴിയുള്ള ഹാക്കിങ്ങിനെ കുറിച്ചാണ് പറയുന്നത്. ഇതാണ് ബ്ലൂ ബഗ്ഗിങ് എന്ന് പറയുന്നത്. വൺസ് എ ഡിവൈസ് ഫോൺ ഈസ് ബ്ലൂ ബഗ്ഡ്, എ ഹാക്കർ ക്യാൻ ലിസൺ ടു കോൾസ്, read and send messages and steal and modify contracts. It started out as a threat for laptops with Bluetooth capability. Later, hackers used the technique to target mobile phones and other devices. അതുകൊണ്ട് എന്താണ് ഈ പറഞ്ഞ ഫോൺസിൻ്റെ ബ്ലൂടൂത്ത് ഡിസ്കവറബിൾ ആയിട്ടുള്ള ബ്ലൂടൂത്ത് വഴി ഹാക്കേഴ്സ് ഫോണിലെ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ എടുക്കുന്നതാണ് ഈ ബ്ലൂ ബഗ്ഗിങ് എന്ന് പറഞ്ഞ ടെക്നോളജി എന്ന് പറയുന്നത്. ഇതൊരു ഹാക്കിംഗ് സിനാരിയോ ആണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും വളരെ കെയർഫുൾ ആയിരിക്കേണ്ട കാര്യമാണ്. നമുക്കറിയാം ഗുജറാത്തിലെ ഇലക്ഷൻസ് December 1, December 5 എന്ന രീതിയിൽ 2 ഫേസുകളിലായിട്ട് നടക്കുകയാണ്. അപ്പോൾ AAP വിൽ വിൻ ഗുജറാത്ത് അസംബ്ലി ഇലക്ഷൻസ് ഇസ് കെജ്രിവാൾ ഇൻ സൂറത്തിൽ ആം ആദ്മി പാർട്ടി ജയിക്കും എന്ന് ആരാണ് പറയുന്നത്? കെജ്രിവാൾ പറയാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു പ്രസ്റ്റീജ് ഇഷ്യൂ ഉള്ള ഇലക്ഷനാണ് ഗുജറാത്തിൽ നടക്കാൻ പോകുന്നത്. സ്പോർട്സ് ന്യൂസിൽ കൊടുത്തിരിക്കുന്നത് മെസ്സി വർക്ക്സ് ഹിസ് മാജിക് ടു ബ്രിങ് അർജൻറ്റീന ബാക്ക് ഫ്രം ദ ബ്രിങ്ക് ആൻഡ് ബ്രീത്തിങ് അഗെയിൻ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വിജയമാണ് അർജൻറ്റീനയ്ക്ക് മെക്സിക്കോ ആയിട്ടുള്ള മാച്ചിൽ ഉണ്ടായിരിക്കുന്നത്. ഗ്രൂപ്പ് സിയിലെ എല്ലാ അർജൻറ്റീനൻ ചാൻസസിനെ അലൈവാക്കിക്കൊണ്ട് രണ്ടാമതായി ഇപ്പോൾ അർജൻറ്റീന ഗ്രൂപ്പിൽ വന്നിരിക്കുകയാണ്. മെസ്സിൻ്റെ ഒരു ഗോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗോളാണെന്നാണ് പറയുന്നത്. മെസ്സി വർക്ക്സ് ഹിസ് മാജിക് ടു ബ്രിങ് അർജൻറ്റീന ബാക്ക് ഫ്രം ദ ബ്രിങ്ക് എന്നാണ് പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വിക്ടറി തന്നെയാണ് അർജൻറ്റീനക്ക്. ഇന്നത്തെ ഹിന്ദു ന്യൂസ് റിവ്യൂ ഇത്രയാണ്. താങ്ക് യു സോ മച്ച് ഫോർ ലിസണിങ് ടു ദ വീഡിയോ. നമുക്ക് നാളെ കാണാം. ബൈ, ടേക്ക് കെയർ.